നമ്മളെ അഡാപ്റ്റർ ഇടൽ തുടങ്ങി. അഡാപ്റ്റർ ഇട്ടപ്പോൾ ഇതാണ് സ്ഥിതി. നമ്മൾ കൈ ടൈറ്റേ ഉള്ളൂ കേട്ടോ. കൈ ടൈറ്റേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ത്രെഡ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകും. കൈ ടൈറ്റ് ഇട്ടിൽ ഇത് 1/4 2 1 ഇഞ്ചുമാണ് വരുന്നത്. എന്ന് വെച്ചാൽ 25 mm 20 mm പൈപ്പിൻ്റെ തിക്നെസ്. നമ്മൾ ഇതിൻ്റെ അഡാപ്റ്റർ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് അഡാപ്റ്ററിൻ്റെ ഹെഡ് അകത്തിട്ടിട്ട് ഇനി നമ്മൾ മൊത്തം പാക്ക് ചെയ്യും. എന്നിട്ട് ഇവിടെ ഈ ഹോളുണ്ടല്ലോ, ഹോൾ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മളത് കൈയായിട്ട് ഇങ്ങനെ തിക്കിയെടുക്കും. എന്നിട്ട് അങ്ങനെ കൈ ടൈറ്റ് ചെയ്യുക. ഞാനൊന്ന് കാണാം. നമ്മളിത് ഇനി പാക്ക് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അഡാപ്റ്റർ ഇട്ട് ഇനി ഇത് പാക്ക് ചെയ്യണം നമ്മൾ. ഒരു 2 പ്രാവശ്യം അടി 3 പ്രാവശ്യം ഭാഗം നമ്മൾ ചുറ്റി. ഇനി അടുത്ത ഭാഗം നമ്മൾ ചുറ്റണം. അപ്പോൾ ഫസ്റ്റ് തുടങ്ങി നമ്മൾ ഇവിടുന്നാക്കാം. കാരണം എന്താ, ഒരു ഭാഗം എക്സ്ട്രാ വരാൻ വേണ്ടിയിട്ടാണ് അടിയിൽ നമ്മൾ ആദ്യം ഭാഗം ചുറ്റി വരുന്നത്. ഓക്കെ, ആ അഡാപ്റ്റർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അഡാപ്റ്ററിൻ്റെ ഹെഡ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ഭാഗമാണ് ചുറ്റുന്നത്. അടിഭാഗം 3 പ്രാവശ്യമായി. ഇത് നമ്മളിവിടെ കട്ട് ചെയ്യും. ഓക്കെ, ഇത് പാക്കായി. ഇനി ഇതിലേക്ക് ഒരു എറുമ്പ് പോലും കടക്കാത്ത രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ അഡാപ്റ്റർ ഉണ്ട്, ഇതിലുണ്ട് സാധനം. നമ്മളിവിടെ ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ ഹോളടിക്കുക. ഹോളടിച്ചതിൻ്റെ ശേഷം ഇവിടുത്തെ അഡാപ്റ്ററിൻ്റെ ഹെഡ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാൻ കിട്ടും. നമുക്ക് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ അഡാപ്റ്റർ നല്ല ടൈറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ കൊണ്ട് അങ്ങനെ വിരലിട്ടാണ്ട് അങ്ങനെയും ടൈറ്റ് ചെയ്യട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഈ അഡാപ്റ്റർ ഒഴിവാക്കിയാൽ മതി. ഒഴിവാക്കിയതിൻ്റെ ശേഷം ടൈറ്റ് ആവുന്നുണ്ട്. അവിടെ തിരിയുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ചിട്ട് ഞാൻ ടൈറ്റ് ചെയ്താലും. ഓക്കെ, ഓക്കെ, നമുക്ക് ഈ ബുഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്യുന്ന ഭാഗമാണ് ഇങ്ങനെയാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ അവിടെ വരുന്നത്